നമസ്കാരം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മ സജിതയും മകൾ ഗ്രീമയും ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 2019 സെപ്റ്റംബറിലായിരുന്നു ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും വിവാഹം. എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും 25 ദിവസങ്ങൾ മാത്രമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീമയുടെ മാതാവ് സജിതയ്ക്ക് മകളോടുള്ള അമിതമായ അടുപ്പവും ദാമ്പത്യ ജീവിതത്തിലുള്ള അനാവശ്യ ഇടപെടലുകളുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. വിവാഹശേഷം ദമ്പതികൾക്ക് ഒരു സ്വകാര്യ ജീവിതം നൽകാൻ സജിത തയ്യാറായിരുന്നില്ലെന്നും ഹണിമൂൺ യാത്രയിൽ പോലും ഫോൺ വിളിച്ചും മറ്റും അവർ ശല്യം ചെയ്തിരുന്നതായും സഹോദരി പറയുന്നു. ദമ്പതികൾ തമ്മിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും മാതാവ് ഇടപെടുകയും മറുപടി പറയുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് തിരിച്ചുപോയപ്പോൾ ഭാര്യയെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മകളെ വിടാൻ സജിത തയ്യാറായില്ല. വേണമെങ്കിൽ നീ വേറെ ആളെ വിവാഹം കഴിച്ച് കൊണ്ടുപോയിക്കോ, മോളെ വിടില്ല എന്ന നിലപാടിലായിരുന്നു അമ്മയെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. 200 പവൻ സ്വർണവും പണവും തട്ടിയെടുത്ത് മുങ്ങിയതാണ് ഉണ്ണികൃഷ്ണൻ എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണന് 2015 തന്നെ അയർലൻഡിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഫുൾ സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നതായും സ്വന്തമായി വരുമാനമുള്ള വ്യക്തിയാണെന്നും സഹോദരി വ്യക്തമാക്കുന്നു. ഗ്രീമയുടെ സ്വർണമോ പണമോ ഉണ്ണികൃഷ്ണൻ കൈക്കലാക്കിയിട്ടില്ലെന്നും ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ഇത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ 2 തവണ ഫാമിലി കൗൺസിലിങ്ങിന് പോയിരുന്നു. എന്നാൽ ഇരുവരും തമ്മിൽ ഒത്തുപോകാൻ കഴിയില്ലെന്നും വിവാഹമോചനമാണ് നല്ലതെന്നും സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടതായി ഉണ്ണികൃഷ്ണന്റെ കുടുംബം അവകാശപ്പെടുന്നു. വിവാഹമോചനത്തിന് ശ്രമിച്ചപ്പോഴെല്ലാം വീടിന് മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് അമ്മയും മകളും വെളിപ്പെടുത്തിയിരുന്നുവെന്നും അവർ പറയുന്നു. ഏറ്റവും ഒടുവിൽ 2026 ജനുവരിയിൽ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് ഗ്രീമ സമ്മതിച്ചിരുന്നതായും അതിനുള്ള വക്കാലത്ത് ഒപ്പിട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മരണത്തിന് തൊട്ടു മുൻപ് നടന്ന ചടങ്ങുകൾക്കിടയിലും അമ്മ സജിത ഉണ്ണികൃഷ്ണനെ സമീപിച്ച് ഗ്രീമയെ സ്വീകരിക്കണമെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള സാഹചര്യമല്ലെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞുമാറി. ഇത് ഗ്രീമയെയും അമ്മയെയും മാനസികമായി തളർത്തിയിരുന്നു എന്ന് വേണം പറയാൻ. അപമാനഭാരം മൂലമാണ് മരിക്കുന്നത് എന്ന ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം ഈ സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് കരുതപ്പെടുന്നു. ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വിവരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും മുംബൈയിൽ വെച്ച് അറസ്റ്റ് നടന്നതും. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചതാണോ അതോ അവിടെയുള്ള ഫ്ളാറ്റും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കാൻ പോയതാണോ എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പൂന്തുറ പോലീസ് ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഒരേ സമയം ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളും മാതാവിന്റെ അമിത ഇടപെടലുകളും ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയും ചേർന്ന ഒരു ദുരന്തമായി ഈ കേസ് മാറുകയാണ്.